ബിഗ് ബോസ് ലൈവിൽ അപ്പൊ ജിൻഡോയും അർജുനും ശ്രീതും ഒക്കെ അവർ ഡെൻ ടീമാണല്ലോ. അപ്പൊ അവർ ഒന്നിച്ചിരുന്ന് കുറച്ച് പ്ലാനിങ്ങൾ നടത്തുവാണ്. അതിഥികൾ വരുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളതാണ്. ജിൻഡോ അപ്പൊ അർജുനോടും ശ്രീധുനോടും പറയുന്നുണ്ട് നമുക്ക് എന്ത് വന്നാലും ഒന്നിച്ചെന്നെ നിൽക്കണം എന്നുള്ളത്. ഇന്നലെ ഇപ്പൊ അർജുനും ശ്രീധുനും ഡൗട്ട് ഉണ്ടായിരുന്നു ജിൻഡോ ടീമിന് വേണ്ടി നിൽക്കുമോ എന്നൊക്കെ ഉള്ളത്. ഒരാൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാളും അറിയണം, അങ്ങനെ പറഞ്ഞ് നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തോണം ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് അർജുനും ജിൻഡോയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അതിഥികൾ വരുമ്പോൾ വെറുതെ ചൊറിയാനൊന്നും പോകേണ്ട കാര്യമില്ല. ജിൻഡോ ആയിട്ട് അർജുനോടൊക്കെ പറയുന്നുണ്ട് നമ്മളോട് ആരുടെയെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ആരുടെയും കുറ്റമൊന്നും പറയാൻ നിൽക്കണ്ട, നമ്മൾ ആരുടെയും കുറ്റം പറയണ്ട. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഏത് ഡ്യൂട്ടിയാണോ ചെയ്യണത് ആ ഡ്യൂട്ടിയൊക്കെ വെച്ച ആളെ അങ്ങ് പറഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ പണ്ടത്തെ കാര്യമൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ നോക്കുമായിരിക്കും, പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, ഒരു രീതിയിൽ നിൽക്കണം, എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അർജുൻ പറയുന്നുണ്ടായിട്ട് ജിൻഡോ ചേട്ടൻ അപ്പോൾ അധികമായിട്ട് എന്തെങ്കിലുമൊക്കെ ടാസ്കിൻ്റെ ഇടയിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മളോടും കൂടി ഒന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ, അപ്പോൾ നമുക്ക് അതനുസരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലൈവിൽ മോർണിംഗ് ടാസ്ക് ആണ് നടക്കുന്നത്. ബി ഹോട്ടലിലേക്ക് വേണ്ട ആളുകളെ പവർ ടീംകാർ ഇന്റർവ്യൂ ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. ടണൽ ടീമുകാർ വന്നിട്ട് കൂടുതലും അവർക്ക് എന്റർടൈൻമെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവരുടെ ടീമാണ് ഇനി എന്റർടൈൻമെന്റ് ആൻഡ് തെറാപ്പി ചെയ്യുന്നത്. ഡെൻ ടീം കൂടുതലും കിച്ചൺ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവർ കിച്ചൺ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടീം ഹൗസ് കീപ്പിംഗ് ഒക്കെയാണ് ഇവർക്ക് കൊടുക്കുന്ന ഡ്യൂട്ടി.